നമ്മുടെ സമയത്തിനനുസരിച്ചല്ല, മഴയുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കണം. എന്തായാലും രാവിലെയും വൈകുന്നേരം കൃത്യമായി എന്നെ നോക്കി നിൽക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. അവർക്ക് കൃത്യമായ രീതിയിൽ തീറ്റ കൊടുത്തില്ലെങ്കിൽ അവർക്കും വിഷമാവും, എനിക്കും വിഷമാവും. എന്തായാലും ഇങ്ങനെയൊരു റോൾ ഇടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാം, നമുക്ക് കൃത്യമായിട്ട് ഇവരെ കാണാൻ സാധിക്കുക. ഹസോളിട്ട് കംപ്ലീറ്റ് മൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ കിട്ടത്തില്ല. അതുപോലെ ചെടി വെച്ച് കൊടുക്കുന്നത് നല്ലതാട്ടോ. ഇവന് ഞാൻ തമ്മിൽ ചെറുതായിട്ടൊന്ന് പിണങ്ങി, അതിൻ്റെ പേരിൽ കൊതി കുത്തിയിരിക്കുന്ന ഇപ്പം കണ്ടത് കേട്ടോ. ഇത്രയും നാളും അവന് മാത്രം കാണാവുന്ന രീതിയിലായിരുന്നു പൂക്കളുള്ളത്. ഇനി അവൻ്റെ കൂടിൻ്റെ മണ്ടയിൽ നമുക്ക് കാണാവുന്ന രീതിയിലും കൂടി കുറച്ച് പൂവങ്ങ് സെറ്റ് ചെയ്തു. എന്തായാലും ഗാൽബൈനായതുകൊണ്ട് തന്നെ പാമ്പിൻ്റെ ശല്യം ഉണ്ടാകിയാൽ എന്നുള്ള വിശ്വാസത്തിലാണ് റെഡിയാക്കി വെച്ചിരുന്നത്. ഈ കുസൃതിത്തരം ഉണ്ടല്ലോ, ഇവന് സമയമാവുന്നതിന് മുന്നേ കൂട്ടിൽ നിന്ന് പുറത്തിയാടി തന്നെ. ഇപ്പോൾ അവന് തിരിച്ചു കയറത്തില്ല. എന്തായാലും അമ്മക്കളി നല്ലപോലെ നോക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കുഞ്ഞായിട്ട് ഇപ്പോൾ ഇത്രയും നാളും കൂട്ടിൻ്റെ അകത്ത് കൊണ്ടേ വെച്ച് കൊടുത്തുകൊണ്ടിരുന്ന തീറ്റ ഇപ്പം അമ്മക്കളിക്ക് സുഖമായി. എന്തായാലും താഴെ തന്നെ തിന്നാൻ കൊടുക്കാം. പക്ഷെ ഇപ്പം ആളിച്ചിരി വില്ലനായി. ഇപ്പം അവനാ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്തൊന്നും കിടക്കത്തില്ല എന്നുള്ളത് വേറെ വിഷയം. എന്നാലും കുഴപ്പമില്ല, അവർ നോക്കിക്കോളൂല്ലോ. പിന്നെ എൻ്റെ വോയിസിൻ്റെ അകത്ത് ആവശ്യത്തിലേറെ എല്ലാ ഒച്ചയും ബഹളവും ഉണ്ടാവും. കാരണം ഒരു ഗ്രാമീണ പ്രദേശമാകുമ്പോൾ അതിൻ്റേതായ ഒച്ചയും ബഹളമൊക്കെ ധാരാളം കാണുമല്ലോ. പോരാത്തിന് ഗിനിയുടെ വക അവനും ഇത് പുതിയതായിട്ട് വന്ന അതിഥിയാട്ടോ. എന്തായാലും ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുരുത്തക്കാരുണ്ടല്ലോ, ഞാൻ ഒരു ദിവസം തീറ്റ കൊടുത്തപ്പോൾ അവൻ പറന്നു പോയെന്ന് ഇണക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാണെന്നറിയോ, പറന്നു പോയി എന്ന് പറയാൻ പറ്റില്ല, തിരിച്ച് കൂട്ടി കയറാൻ അറിയത്തില്ല. അങ്ങനെ എന്തായാലും ഏതോ വഴി അത് നഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ പ്രാവുകൂട്ടന്മാർക്ക് അവന്മാർക്ക് കൃത്യമായ രീതിയിൽ തീറ്റ കൊടുക്കും. പക്ഷേ ഇന്ന് അഴിച്ചു വിടത്തില്ല. കാരണം മഴയുള്ള സമയത്ത് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവൻ്റെ ദേഹമൊക്കെ നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൂവലൊക്കെ ഒന്ന് ഉണങ്ങി വരാൻ ഒത്തിരി താമസമല്ലേ. അതുകൊണ്ട് തന്നെ ഇന്ന് അഴിച്ചുവിടൽ ക്യാൻസൽ ചെയ്തേക്കുക. ഈ പറഞ്ഞ നേരം കൊണ്ട് മഴ എത്തിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെയിലും തെളിഞ്ഞു. ഇതാട്ടോ.